നമുക്കിന്ന് രാത്രിയിൽ ഇന്നലെ വായിച്ച അതേ വാക്യത്തെ വീണ്ടും നമുക്ക് വായിച്ച് അവിടുന്ന് ആരംഭിക്കാം. 3 യോഹന്നാന്റെ ലേഖനം 2-ാം വാക്യം. 3 John verse 2. 3 John verse 2. പ്രിയനെ, നീ ആത്മാവിൽ ബലവാനായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും ആരോഗ്യവും അഭിവൃദ്ധിയും ഉള്ളവനായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. பிரியமானவனே, உன் ஆத்மா வாழ்கிறது போல நீ எல்லாவற்றிலும் வாழ்ந்து സുഖമായിരിക്കുംപടി വേണ്ടുகிறேன். ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, പ്രിയമുള്ളവനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും ആരോഗ്യമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവിടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മാവിൽ അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ നിത്യത അവൻ്റെതായി കഴിഞ്ഞു. എന്നാൽ അവൻ്റെ ജീവിതത്തിനകത്ത് പലപ്പോഴും ഭൗതിക ജീവിതത്തിൽ അവൻ തകർന്നു കിടക്കാനുള്ള കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ വേണ്ട പോലെ എന്തറിഞ്ഞിട്ടില്ല. ആ കർത്താവിൻ്റെ സ്നേഹത്തെയും ശക്തിയെയും മനസ്സിൽ ചിന്തിച്ച് രൂപാന്തരം വരുത്താത്തത് കൊണ്ട് അവന് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല, വളർച്ച പ്രാപിക്കാൻ സാധിക്കാതെ പോവുക. കാരണം നമ്മൾ ഈ വചനം വായിച്ച് മനുഷ്യപുത്രനും ദൈവപുത്രനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മനുഷ്യപുത്രനായ യേശുവിനെയും ദൈവപുത്രനായ ക്രിസ്തുവിനെയും ഒരുമിച്ച് നമ്മൾ കാണുന്ന സ്ഥലമാണ് യേശു ക്രിസ്തു. അപ്പൊ ആ ഒരു അറിവ്, ആ ഒരു അടയാളം നമുക്ക് തന്ന എന്തിനാണെന്നറിയാം? നമ്മുടെ ജീവിതത്തിനകത്ത് ഉറപ്പാണ്. ആമേൻ. നമ്മൾ മനുഷ്യപുത്രന്മാരാണെങ്കിലും ദൈവപുത്രനായ ക്രിസ്തു എൻ്റെ അകത്തിരിപ്പെടുന്നുള്ള ബോധ്യമാണ് അതിനകത്തൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ശുഭത വരുന്നതോടുകൂടെ, മനസ്സ് സുഖമാവുന്നതോടുകൂടെ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കാനായിട്ട് ഉള്ള ഏക മാർഗവത. ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് ആ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നുള്ള ബോധ്യത്തിൽ തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം അതിൻ്റെ 31-32 വാക്യങ്ങൾ വായിക്കാം. ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 11 verse 31 and 32. Matthew chapter 11. നമുക്ക് അവിടെ ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അതായത് മാത്യു ചാപ്റ്റർ 11 verse 28 and 29. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. வருத்தப்பட்டு பாரம் சுமக்கிறவர்களே, நீங்கள் எல்லோரும் என்னிடத்தில் வாருங்கள், நான் உங்களுக்கு இளைப்பாறுதல் தருவேன். நான் சாந்தமும் மனத்தாழ்மையுமாய் இருக்கிறேன். என் நுகத்தை உங்கள் மேல் ஏற்றுக்கொண்டு என்னிடத்தில் கற்றுக்கொள்ளுங்கள், அப்பொழுது உங்கள் ആത്മാക്കൾക്ക് ഇളപ്പാറുതൽ கிடைக்கும். അപ്പൊ ഈ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞാണ് 28-ാം വാക്യം ആരംഭിക്കുന്നത്. എന്നിട്ട് 28-ാം വാക്യം അവസാനിക്കുന്നത്, 29-ാം വാക്യം അവസാനിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന്. ആത്മാക്കൾ. അപ്പൊ ഈ ആത്മാക്കൾ എന്ന് പറയുന്നതിന് നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചാൽ സോൾ എന്ന് എഴുതിയിരിക്കുന്നത്, സ്പിരിറ്റ് എന്നല്ല, സോൾ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ആത്മാവിൽ ഉള്ള ആശ്വാസം, നിത്യത, അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നല്ല പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്പിരിറ്റിനെ കുറിച്ചല്ല പറയുന്നത്, സോളിനെ കുറിച്ചാണ്. അപ്പൊ അവിടെ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്നവരെ എല്ലാവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അപ്പൊ ഈ നിങ്ങളുടെ അധ്വാനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നറിയോ? ഹെവി ബേർഡൻ, നിങ്ങൾ ബേർഡൻ ചുമക്കുന്ന, ഭാരം ചുമക്കുന്ന, നിങ്ങളുടെ ഭാരമാകുന്ന എപ്പോഴാണെന്നറിയോ? നിങ്ങളുടെ സോൾ വീക്ക് ആകുമ്പോഴാണ്, നിങ്ങളുടെ മനസ്സ് വീക്ക് ആകുമ്പോഴാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ആഴമേറിയ സ്നേഹമാണുള്ളതെങ്കിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ക്ഷീണിക്കത്തില്ല. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ഉന്നതമായ ശമ്പളവും ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ആ ജോലി സ്ഥലത്ത് നിങ്ങളെ
നല്ലതുപോലെ കെയർ ചെയ്യുകയും ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് ഒരു മടുപ്പുമില്ല. കാരണം നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ മടുപ്പ്, നിങ്ങളുടെ ഭാരം ഇവയെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരെ വാ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞാൻ ആശ്വാസം തരാം. നിങ്ങളുടെ സോളിൽ റെസ്റ്റ് കിട്ടും. നിങ്ങളുടെ സോളിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ എന്താ സംഭവിക്കണമെന്നറിയാമോ? എൻ്റെ അടുക്കൽ വാ. എൻ്റെ അടുക്കൽ അധ്വാനിക്കുന്നൊരു ഭാരം ചുമക്കുന്നവരും അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, എൻ്റെ അടുക്കൽ വാ. അപ്പൊ ഈ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ ഓടി അടുത്തെത്തുക എന്ന അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് കേട്ടോ. അവിടെ മനസ്സിലാക്കേണ്ടത് അരികേൽ വരിക എന്നതിനപ്പുറത്ത് ആ വചനത്തിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. എന്താ? എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കാൻ. എന്താ പറയുന്നത്? എൻ്റെ നുകം. എന്താ നുകം എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് നുകം? നുകം എന്ന് പറഞ്ഞാൽ നിലം ഉഴുമ്പോൾ ആ രണ്ട് കാളകളെ ചേർത്ത് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് നുകം. അതുകൊണ്ടാണ് അവിശ്വാസിയോട് ഇണയില്ലാപ്പിണ കൂടരുത് നുകം എന്നാണ്. ഡു നോട്ട് ഈക്വലി യോക്ക് വിത്ത് അൺബിലീവേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അവിടെ യോക്ക്, അവിടെ നുകം എന്ന് പറഞ്ഞ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവന്റെ ചുമടെടുത്ത് അവനോട് ചേർന്ന് അവന്റെ കൂടെയാണ് നിങ്ങൾ, അവന്റെ കൂടെയാണ് അവന്റെ നുകം. അവന്റെ നുകം എന്ന് പറയുന്നത് നിങ്ങളെ ഭാരപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത് എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. അപ്പൊ അവിടെ പറയുന്ന അർത്ഥം എന്താണ്? എൻ്റെ നുകം, എന്നോട് ചേർന്ന് ഒരാൾ നുകം ചുമക്കാൻ തയ്യാറായാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ ഒരു കാള, അതിനെ പേറായിട്ട് രണ്ടെണ്ണത്തെ ഒരുമിച്ച് നിർത്തിയിട്ടാണ് നുകത്തിൽ കെട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു കാളയ്ക്ക് ബലമുണ്ട്, ഒരു കാളയ്ക്ക് ബലമില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. രണ്ടും ഒരുപോലെ ആയിരിക്കണം, അല്ലേ? ചിന്തിച്ചു നോക്കി, ഒരാള് വലിക്കുന്നു, ഒരാൾ വലിക്കാതിരുന്ന ആകെ കുഴപ്പം അവിടെ. അപ്പൊ എൻ്റെ നുകം ഏറ്റെന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അവിടെ നിങ്ങളൊരു കാര്യം അതിനോട് ചേർന്ന് നല്ലപോലെ മനസ്സിലാക്കണം. ഇതിനകത്ത് അവിടെ അതിൻ്റെ 30-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകും. എങ്ങനെയാണ് എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമായി തീരുന്നത്? എന്നോട് ചേർന്ന് ഒരു കാര്യം പഠിക്കണം കേട്ടോ. എന്താ പഠിക്കണ്ടേ? വായിച്ചോ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 5:19. ജോൺ 5:19. அப்பொழுது இயேசு அவர்களை நோக்கி, மெய்யாகவே மெய்யாகவே நான் உங்களுக்கு சொல்கிறேன், பிதாவானவர் செய்ய குமாரன் காண்கிறது எதுவோ அதையே அன்றி வேறொன்றையும் தாமாய் செய்ய மாட்டார். அவர் எவைகளை செய்கிறாரோ அவைகளை குமாரனும் அந்தபடியே செய்கிறார். അപ്പൊ ഇവിടെ വളരെ വൃത്തിയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിതാവ് പുത്രൻ ചെയ്യുന്ന ഒരു കാര്യം സ്വന്തമായിട്ടങ്ങ് ചെയ്യുന്നതല്ല കേട്ടോ. സ്വന്തമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് ചെയ്യുന്നതല്ല. പിതാവ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് പുത്രൻ ചെയ്യുന്നത്. പിതാവ് ചെയ്ത് കാണിക്കുന്നതിനെയാണ് പുത്രൻ ചെയ്യുന്നത്. അപ്പൊ പിതാവ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. മാർക്ക് 5:8. ஏனெனில் அவர் அவனை நோக்கி,
அசுத்த ஆவியே இந்த மனுஷனை விட்டு புறப்பட்டு போ என்று சொல்லியிருந்தார். അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എന്റെ കൂടെ പറഞ്ഞേ. അതായത് ഈ പുത്രന് ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ല. എന്താണെന്നറിയാം? ഒരു 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 നുഖം ലഘുവാണ്, ചുമട് മൃദുവാ. കാരണം എന്താണെന്നറിയാം? പിതാവ് ചെയ്ത് കാണിക്കുന്നത് പുത്രൻ അതുപോലെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ സ്വന്തം പദ്ധതിയും പ്ലാനും ഒന്നും അല്ലിത്. പിതാവ് ചെയ്ത് കാണിക്കുന്ന അതുപോലെ കോപ്പി അടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു കാര്യം എന്താ? അതായത് പിതാവ് ചെയ്ത് തീർത്തതിനെ പുത്രൻ എന്ത് ചെയ്യുക? പുത്രൻ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, വളരെ സിമ്പിളായിട്ട് കാര്യം പറയാം. എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിരിക്കുക, നിങ്ങൾ ഒന്നോ രണ്ടോ ഫാമിലി ഇവിടെ വന്നിരിക്കുക, എന്നെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ സൂസൻ, എൻ്റെ വൈഫ്, കിച്ചണിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, അപ്പം ഉണ്ടാക്കുന്നു, ചിക്കൻ ഉണ്ടാക്കുന്നു, ബീഫ് ഉണ്ടാക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ അത് എന്ത് ചെയ്യുക? കിച്ചണിൽ നിന്ന് ടേബിളിലേക്ക് കൊണ്ടുവരിക, അത്രേ ചെയ്യുന്നുള്ളൂ. അതായത് അമ്മ കിച്ചണിൽ പ്രിപ്പയർ ചെയ്തതിനെ മക്കള് മേശയിൽ എത്തിച്ച്, അത്രേ ഉള്ളൂ. ഇത് മാത്രം നമ്മൾ ചെയ്യുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച പണി നമ്മൾ ടേബിളിൽ കൊണ്ടുവയ്ക്കുന്നു. ഇതാ വലിയ പണിയായിട്ട് നമ്മൾ പറഞ്ഞു. ഞാൻ വലിയ കാര്യം ചെയ്യുന്ന പറഞ്ഞു, ഒന്നുമില്ല. അവൻ ഒരുക്കി വെച്ചതിനെ നമ്മൾ കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇത് തന്നെയാണ് പിതാവ് ലോകസ്ഥാപനത്തിനു മുമ്പേ അറുക്കപ്പെട്ടവനും അടിക്കപ്പെട്ടവനുമായ കുഞ്ഞാടിനെ ഹല്ലേലൂയ ലോകസ്ഥാപനത്തിന് വരച്ചു കാണിച്ചതിനെ പ്രാക്ടിക്കലി കൊണ്ടുവരുന്നു. അത്രേ ഉള്ളൂ ഇവിടെ യേശു ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ജീവിതം ജയകരമാകണമെങ്കിൽ അവന്റെ നുഖമേറ്റെടുത്ത് അവനോട് പഠിക്കണം. എന്ന് പറഞ്ഞാൽ പിതാവ് ചെയ്ത് തീർത്തതിനെ പുത്രൻ അതുപോലെ ആക്ട് ചെയ്തതേ ഉള്ളൂ. അതായത് ഞാൻ നിങ്ങളോട് കാര്യം പറയാം. ആമേൻ. രോഗസൗഖ്യം, അത്ഭുതം, അടയാളം യേശു ക്രൂശിൽ നിവർത്തിച്ചു കഴിഞ്ഞു എന്ന ബോധ്യത്തോടുകൂടെ ഇന്ന് നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കുമ്പോൾ അതിനെയാണ് പറയുന്നത് മനസ്സിനകത്ത് സ്വസ്ഥതയാണ്. കാരണം എന്താണെന്നറിയോ? എനിക്കറിയാം, തിങ്സ് ആർ ഡൺ. കാര്യം ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ കുഞ്ഞിൻ്റെ ജോലി കിട്ടിക്കഴിഞ്ഞു, കിട്ടാൻ പോവല്ല, കിട്ടിക്കഴിഞ്ഞു. എൻ്റെ സൗഖ്യം കിട്ടിക്കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതം നടന്നു കഴിഞ്ഞു. എനിക്കുള്ള തലമുറകൾ അത് ദൈവം നൽകി കഴിഞ്ഞു. എൻ്റെ സാമ്പത്തിക നന്മ, അതിനകത്ത് കർത്താവ് ആ ദർശനത്തിന്, എൻ്റെ ദൈവവേലയ്ക്ക്, കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടാണ്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള കർത്താവ് എൻ്റെ ആവശ്യത്തിലധികം കർത്താവ് നൽകി കഴിഞ്ഞു. എൻ്റെ ആത്മീകമായ സമൃദ്ധി അത് നൽകി കഴിഞ്ഞു. ഞാൻ നേടാൻ പോകുന്ന മില്യൺസ് ഓഫ് ആളുകളെ കർത്താവ് നൽകി കഴിഞ്ഞു. എൻ്റെ ശുശ്രൂഷയിൽ അതിമഹത്തായ ദൈവശക്തി വെളിപ്പെട്ട് കഴിഞ്ഞു. അത് എവിടെയാ സംഭവിച്ചത്? യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു. ആമേൻ. അപ്പോൾ അവന്റെ യേശുവിന്റെ മുഖം ചുമട് ലഘുവും മൃദുവുമാകാൻ കാരണം എന്താ? വളരെ ചെറുതാ, വളരെ സിമ്പിൾ കാര്യം. എന്താണെന്നറിയോ? പിതാവ് ചെയ്ത് കാണിച്ചത് അതുപോലെ ചെയ്യുക. രണ്ടാമത് ഒരു കാര്യം കൂടെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 10 വാക്യം. ജോൺ 14:10. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. நான் பிதாவிலும் பிதா என்னிலும் இருக்கிறதை நீ விசுவசிக்கவில்லையா? நான் உங்களுடன் சொல்லுகிற வசனங்களை என் சுயமாய் சொல்லவில்லை, என்னிடத்தில் வாசமாயிருக்கிற பிதாவானவரை இந்த கிரியைகளை செய்து வருகிறார். ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ അങ്ങ് ചെയ്യാൻ തോന്നിട്ട് അങ്ങ് ചെയ്യുന്നതല്ല. എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുക. ആമേൻ.
അപ്പൊ ഇവിടെ എന്റെ ധൈര്യം എന്താണെന്നറിയോ? ഇത് ഞാൻ ചെയ്യുന്നതല്ലെന്നേ. അതായത് അമ്മ അടുക്കളയിൽ ഉണ്ടാക്കിയ ഭക്ഷണം മേശയിലേക്ക് കൊണ്ടുവയ്ക്കുന്ന പണിയേ ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. സിമ്പിളാ ഇവിടെ. അമ്മ അടുക്കളയിൽ അധ്വാനിച്ച്, ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചു, രാവിലെ ആയപ്പം ഭക്ഷണം ഉണ്ടാക്കി, ഉച്ചയായപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി, എല്ലാം മേശയിൽ കൊണ്ടുവയ്ക്കുന്ന പണിയാ ഞാൻ ചെയ്യുന്നേ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് രാത്രി പറയാം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു അത്ഭുതമായി മാറാൻ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. അവൻ ഒരുക്കി വെച്ചതിനെ നിങ്ങൾ മേശയിൽ എത്തിക്കുന്ന പണി ചെയ്താൽ മതി. അവൻ നിങ്ങളെ സൗഖ്യമാക്കിയതാ, അവൻ നിങ്ങളെ വിട്ടുവെച്ചതാ, അവൻ നിങ്ങളെ അനുഗ്രഹിച്ചതാ, അവൻ നിങ്ങളെ ഉയർത്തിയതാ, അവന്റെ അടിപ്പിണറുകളാൽ സൗഖ്യം വന്നതാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ഇത് നമ്മൾ വിശ്വസിക്കുന്നത് അവൻ ചെയ്ത് തീർത്ത പ്രവൃത്തിയില്ല. അവിടെ എന്റെ ആത്മാക്കൾക്ക് സ്വസ്ഥത, റെസ്റ്റ് ഇൻ മൈ സോൾ. ഹൗ ഇറ്റ് ഹാപ്പൻഡ് നോട്ട് ത്രൂ മൈ ആക്ഷൻ. ഇതെന്റെ പ്രവൃത്തിയല്ല, എൻ്റെ മനസ്സിനകത്ത് തിരിച്ചറിഞ്ഞെന്ന് ഞാൻ. എൻ്റെ മനസ്സിനകത്ത് തിരിച്ചറിയുന്നു, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി സകലതും എൻ്റെ കർത്താവ് നിവർത്തിച്ച് കഴിഞ്ഞു. ഞാൻ തകരത്തില്ല, നശിക്കത്തില്ല. ഞാൻ നാണം കെടാൻ വിളിക്കപ്പെട്ടവനല്ല. എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി വലുതാ. ആമേൻ. ഇത് തിരിച്ചറിയുമ്പോൾ നമ്മുടെ സോളിൽ, നമ്മുടെ അകത്ത് കിട്ടുന്ന ഒന്നാണ് സ്വസ്ഥത. ആമേൻ. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, എവിടെയാണ്? നിങ്ങളുടെ സോളിൽ. അപ്പോ പ്രിയമുള്ളവന്, നിന്റെ സോൾ, നിന്റെ മനസ്സ് സുഖമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം അറിയണം. എൻ്റെ ജീവിതം, എൻ്റെ ഓട്ടവും എൻ്റെ അധ്വാനവും എൻ്റെ ബഹളത്താലും ഒന്നിനാലും വരുന്നതല്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണിത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ ആ ബോധ്യം നമ്മുടെ അകത്ത് വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോഴേ നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 John chapter 5 verse 20. 1 John chapter 5 verse 20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. அன்றியும் நாம் சத்தியம் உள்ளவரை அறிந்து கொள்வதற்கு தேவனுடைய குமாரன் வந்து நமக்கு புத்தியை தந்திருக்கிறார் என்றும் அறிவோம். அவருடைய குமாரனாகிய இயேசு கிறிஸ்து எனப்பட்ட சத்தியம் உள்ளவர்களும் இருக்கிறோம். இவரே மெய்யான தேவனும் நித்திய ജീവനുമായി இருக்கிறார். അവിടെ വാക്യം വളരെ ഓരോ വാക്കുകളും എടുത്തെടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. അപ്പൊ അവിടെ പറയുന്നത് ദൈവപുത്രൻ വന്നു എന്നും ആ വന്നവൻ സത്യദൈവത്തെ അറിവാൻ എനിക്ക് വിവേകം തന്നു. അപ്പൊ യേശുക്രിസ്തുവിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? യേശുക്രിസ്തുവാണ് സത്യദൈവത്തെ എനിക്ക് വെളിപ്പെടുത്തിയത്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഇരിക്കുന്നിരിപ്പ് നിങ്ങളെ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളെ കാണണമെങ്കിൽ എന്ത് വേണം? ഒരു കണ്ണാടി വേണം, അല്ലേ? ഒരു മിറർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, ഒരു റിഫ്ലക്ടർ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലേ? അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ എല്ലാ മിററും ഒന്നും അത്ര കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് നമ്മളെ കാണിച്ചു തരത്തൊന്നുമില്ല. ചില മിററിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ നിങ്ങളുടെ കളറ്, നിങ്ങളുടെ ചിലപ്പോൾ മുഖം അല്പം ചരിഞ്ഞിരിക്കുന്നുള്ളത്, ചില മിററിന് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ചിലപ്പോൾ കറക്റ്റായിട്ട് ആയിരിക്കത്തില്ല കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ നിങ്ങളെപ്പോലെ ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഒന്നിനെ മെഴുകിൻ്റെയോ മറ്റെന്തെങ്കിലും ഒരു പ്രതിമ പോലെ ഉണ്ടാക്കണം. എന്നാൽ പോലും അത്ര എക്സാക്റ്റ് ആകത്തില്ല. അപ്പോൾ നിങ്ങൾക്ക്
നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ അതേ സ്വരൂപത്തിൽ, അതേ ഐബ്രോ, അതേ നെറ്റി, അതേ പല്ല്, അതേ കണ്ണ്, അതേ മൂക്ക്, അതേ ചെവി, അതേ ഉയരം, അതേ നിറം, അതിൻ്റെ അതേ സ്കിൻ സ്ട്രക്ചർ ഉള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കൂട്ടുകാർ പറയുകടാ നിന്നെപ്പോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളിൽ എനിക്ക് എന്നെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഞാൻ എത്ര കണ്ണാടി നോക്കിയാലും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ പോലെ ഒരാൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ എന്നെ ഞാൻ അദ്ദേഹത്തിൽ കാണും. ഇവിടെ ഞാൻ പറയട്ടെ, പിതാവായ ദൈവം തന്നെ കണ്ട കണ്ണാടി ഏതായിരുന്നു അറിയോ? നിങ്ങൾ എന്നോട് കൂടെ സംസാരിക്കണം കേട്ടോ. ഞാൻ എന്തോ പറയുക, നിങ്ങൾ കേൾക്കുന്നവരല്ല, നമ്മൾ ഒന്നിച്ച പിതാവായ ദൈവം ഏദൻ തോട്ടത്തിൽ ആദമിനെ ഉണ്ടാക്കി നിർത്തിയിട്ട് പറയുക, ഓ ആദമിനകത്ത് അവനെ തന്നെ കണ്ടു. പ്രൈസ് ഗോഡ്. പിതാവായ ദൈവം ആദമിൽ തന്നെ തന്നെ കണ്ടിട്ട് പറഞ്ഞു, ഓ മൈ ഗോഡ്, അപ്പൊ ഞാൻ ഇതുപോലെ ഇരിക്കുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യം എന്നറിയോ? ഉൽപ്പത്തി 1:31 എഴുതി വെച്ചിരിക്കുകയാണ്, ഏറ്റവും നല്ലതെന്ന് കണ്ടു. ഏറ്റവും നല്ലതെന്ന് കണ്ടു. അപ്പൊ ആദമിനെ ദൈവം തന്നെ പോലെ തന്നെ ആക്കി സൃഷ്ടിച്ചു വെച്ചവനായ ദൈവം പറയുകയാണ്, എന്താ പറഞ്ഞത്? ഏറ്റവും നല്ലതെന്ന് കണ്ടു. അങ്ങനെ ഏറ്റവും നല്ലതെന്ന് കണ്ടവനായ ദൈവം, അപ്പൊ ദൈവം ആദമിൽ തന്നെ തന്നെ കണ്ടു. ദൈവം ആദമിൽ തന്നെ തന്നെ കണ്ടു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ക്രൂശിലെ യേശുവിൽ എന്നെ തന്നെ കണ്ടു. ഞാൻ ഈ അടിമേടിക്കേണ്ടവനാ, ഞാൻ ഈ അധർമ്മികളുടെ കൂടെ എണ്ണപ്പെടേണ്ടവനാ. ഈ യേശുവിൽ ഞാൻ എന്നെ കാണുക. അവനെ അധർമ്മികളുടെ കൂടെ എണ്ണി. ആമേൻ. പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. അവൻ നഗ്നനായിട്ട് ക്രൂശിൽ തൂങ്ങി. അവന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ, അവന് രോമം കത്തിരിക്കുന്നതോട് മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഞാനത് വീണ്ടും ഒന്നുകൂടെ പറയാം. അതായത് ഉൽപ്പത്തിയിൽ ദൈവം ആദമിൽ തന്നെ തന്നെ കണ്ടു. എന്നാൽ ക്രൂശിൽ ഞാൻ യേശുവിൽ എന്നെ തന്നെ കണ്ടു. ഞാൻ ഇങ്ങനെ ആകേണ്ടവനായിരുന്നു. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയാം, ക്രൂശിലെ യേശുവിൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ പുനരുത്ഥാനം ചെയ്ത് ക്രിസ്തുവിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 2 കൊരിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. நாம் எல்லாரும் திறந்த முகமாய் கர்த்தருடைய மகிமையை கண்ணாடியிலே காண்கிறது போல கண்டு ஆவியா இருக்கிற கர்த்தரால் அந்த சாயலாகத்தானே மகிமை மேல் மகிமையை அடைந்து மறுரூபப்படுகிறோம். അപ്പൊ അവിടെ പറയുന്നൊരു കാര്യം എന്താ? നമ്മൾ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. എങ്ങനെ? അതേ പ്രതിമയായി. പ്രൈസ് ദി ലോർഡ്. അതേ പ്രതിമയായിട്ട്. അപ്പൊ ആ രൂപാന്തരം നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയാ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങൾക്ക് 2 കാര്യം അവിടെ മനസ്സിലാക്കണം. അങ്ങനെ നാം എല്ലാവരും മൂടുപടം നീക്കപ്പെട്ട നമ്മുടെ മുഖങ്ങളിൽ കർത്താവിന്റെ തേജസ് കണ്ണാടിയിൽ എന്ന പോലെ
പ്രതിബിംബിക്കുന്നവരായി കർത്താവിന്റെ ആത്മാവിൽ നിന്ന് തേജസ് പ്രാപിച്ചുകൊണ്ട് അവന്റെ സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്? കർത്താവിന്റെ ആത്മാവിൽ നിന്ന് തേജസ് പ്രാപിച്ചു. എങ്ങനെ? അപ്പൊ എവിടെ നിന്നാണ് തേജസ് പ്രാപിക്കുന്നത്? കർത്താവിന്റെ ആത്മാവിൽ നിന്ന്. യെസ്, മനസ്സിലായോ? അതേ രൂപമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ ആത്മാവിൽ നിന്ന് തേജസ് പ്രാപിച്ചു. എങ്ങനെ? കർത്താവിന്റെ ആത്മാവിൽ നിന്ന് തേജസ് പ്രാപിച്ച്. ഹല്ലേലൂയ. നമ്മൾ അങ്ങോട്ട് വരികയാണ്. ഇന്ന് മെസ്സേജിന്റെ ഒരു സ്ഥലത്ത് കൊണ്ട് ഞാനങ്ങ് നിർത്തും. നിങ്ങൾ മിസ് ചെയ്യരുത് നാളത്തെ മെസ്സേജ്. കാരണം നാളെ കൂടെ കേൾക്കുമ്പോഴേ ഇന്നത്തെ മെസ്സേജിന്റെ പൂർണ്ണ രൂപത്തിലാകത്തുള്ളൂ. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 12:31-32. മാത്യു 12:31-32. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കയില്ല. ஆதலால் நான் உங்களுக்கு சொல்லுகிறேன், எந்த பாவம் எந்த தூஷணம் மனுஷருக்கு மன்னிக்கப்படும், ஆவியானுக்கு விரோதமாக தூஷணமோ மனுஷருக்கு மன்னிக்கப்படுவதில்லை. எவனாகிலும் மனுஷகுமாரனுக்கு விரோதமான வார்த்தை சொன்னால் அது அவனுக்கு மன்னிக்கப்படும். எவனாகிலும் பரிசுத்த ஆவிக்கு விரோதம் பேசினால் அது இம்மையிலும் மறுமையிலும் அவனுக்கு மன்னிக்கப்படுவதில்லை. സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാക്യത്തിലെ ഏതെങ്കിലും ഭാഗം? പിതാവിനെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമില്ല, പുത്രനെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിനെ കുറ്റം പറഞ്ഞാൽ വിവരം അറിയുമെന്ന്. പിതാവിനെ മനുഷ്യപുത്രന് നേരെ വീണ്ടും വായിച്ചോ? മർക്കോസിന് സുവിശേഷം 3:29. മർക്കോസ് 3:29. പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. Book of Mark chapter 3:29. ஒருவன் பரிசுத்தாவிக்கு விரோதமாக தூஷணம் சொல்வானாகில் அவன் என்றென்றைக்கும் மன்னிப்படையாமல் நித்திய ஆக்கினைக்கு உள்ளாயிருப்பான் என்றார். Book of Luke chapter 12:10. Book of Luke chapter 12:10. മനുഷ്യപുത്രന്റെ നേരെ ഒരു വാക്കു പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിന്റെ നേരെ ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. எவனாகிலும் மனுஷகுமாரனுக்கு விரோதமான விசேஷத்தை சொன்னால் அது அவனுக்கு மன்னிக்கப்படும், பரிசுத்தாவிக்கு விரோதமாய் தூஷம் சொல்லுகிறவனுக்கோ மன்னிக்கப்படுவதில்லை. ഇവിടെ പറയുകയാണ്, നിങ്ങൾ മനുഷ്യപുത്ര നേരെ കുറ്റം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമയില്ല. നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് ഒന്നുകൂടെ ഒരിക്കൽ കൂടെ 12:31-32 ഒന്നുകൂടെ വായിക്കാമോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, വായിച്ചോ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമയില്ല. വലിയ പ്രയാസമുള്ള കാര്യം. കർത്താവ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, സകല പാപവും. പക്ഷെ ഇവിടെ പറയാണ് ഈ ദോഷം ക്ഷമിക്കത്തില്ല. അപ്പൊ എന്താ സകലത്തിനകത്ത് ഇത് വരാത്തെ? സകല പാപവും ക്ഷമിക്കും, പക്ഷെ ഇതിന് ക്ഷമയില്ലെന്ന്.
അപ്പൊ പരിശുദ്ധാത്മാവിന് നേരെ പറയുമ്പോൾ സൂക്ഷിച്ചു വേണം എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനല്ല ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ പഠിക്കാൻ പോവുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് നിങ്ങളിത് കേട്ടിട്ട് നിർത്തിക്കളയരുത്. നാളെ ഇതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റൂ. നമുക്ക് ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുള്ള ഒരു പ്രത്യേകത വായിക്കാം. 1 തിമോത്തിയോസ് 6:16. 1 Timothy 6:16. 1 Timothy chapter 6 verse 16. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്തു ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ. ஒருவராய் சாவாமை உள்ளவரும் சேரக்கூடாத ஒளியில் வாச பண்ணுகிறவரும் மனுஷரில் ஒருவரும் கண்டிராதவரும் காணக்கூடாதவரும் இருக்கிறவர் அவருக்கே கனமும் நித்திய வல்லமையும் ഉണ്ടായിരിപ്പதாக. ആമേൻ. ആരും കാണാത്തവനും കാണപ്പെടാത്തവനും ആരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവം, പിതാവിനെ കുറിച്ച് പറയാൻ ആർക്കും കാണാൻ പറ്റത്തില്ല. ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല പിതാവിനെ. യോഹന്നാൻ 1:18 പറയാ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ ദൈവം ആർക്കും കാണാൻ കഴിയുന്നവനല്ല. അപ്പൊ പുത്രന്റെ പ്രത്യേകത പറയാം. മത്തായിയുടെ സുവിശേഷം 18:20. മാത്യു 18:20. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ஏனெனில் 2 பேராவது 3 பேராவது என் நாமத்தினால் எங்கே கூடியிருக்கிறார்களோ அங்கே அவர்கள் நடுவிலே இருக்கிறேன் என்றார். ഇവിടെ പറയുന്നത് ഞാൻ അവരുടെ കൂടെയുണ്ട്, അവരുടെ നടുവിലുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ കൂടുന്നവരുടെയൊക്കെ നടുവിൽ, അവരുടെ മധ്യേ ഞാനുണ്ട്. വീണ്ടും വായിക്കാം. മാത്യു 28:20. മാത്യു 28:20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. நான் உங்களுக்கு கட்டளையிடவில்லையா? நான் உங்களுக்கு கட்டளையிட்ட யாவையும் அவர்கள் கைக்கொள்ளும்படி அவர்களுக்கு உபதேசம் பண்ணுங்கள். இதோ உலகத்தின் முடிவு பரியந்தம் சகல நாட்களிலும் நான் உங்களுடன் கூட இருக்கிறேன் என்றார். ഇത് ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. അപ്പൊ പിതാവിന്റെ പ്രത്യേകത എന്താ? ആർക്കും കാണാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല. പുത്രന്റെ പ്രത്യേകത എന്താ? കൂടിരിക്കും. പുത്രന്റെ പ്രത്യേകത കൂടിരിക്കും. 1 കൊരിന്ത്യർ ലേഖനം 3:16. 1 Corinthians chapter 3 verse 16. 1 Corinthians chapter 3 verse 16. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? நீங்கள் தேவனுடைய ஆலயமா இருக்கிறீர்கள் என்றும் தேவனுடைய ஆவி உங்களில் வாசமா இருக்கிறார் என்றும் அறியாதிருக்கிறீர்களா? അപ്പൊ അവിടെ വളരെ വ്യക്തതയോടെ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണേ. ഈ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. അങ്ങോട്ടാണ് നമ്മൾ വരുന്നത്. മാത്യു 12:31-32 വരുന്നത്. അപ്പൊ പിതാവ് നമുക്ക് അടുക്കാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാ. പുത്രൻ നമ്മുടെ കൂടെ വസിക്കുന്നവനാ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നവനാ. ആമേൻ. ഞാൻ വീണ്ടും നിങ്ങളോടൊരു കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു കാര്യം. നിങ്ങളുടെ ദേശത്ത് ഒരു ഉന്നതനായ അധികാരിയുണ്ട്. ഉന്നതനായ അധികാരി. അദ്ദേഹത്തെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. നല്ലതുപോലെ അറിയാം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടും അദ്ദേഹം.
പക്ഷേ നിങ്ങളുടെ അടുത്തുള്ള ഒരു ചെറിയ പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തെ വലിയ പരിചയമൊന്നുമില്ല നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, 1-2 വട്ടം കണ്ടിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാം, കാരണം അദ്ദേഹം ആ ദേശത്തിന്റെ പോലീസ് അധികാരി ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങളെയും അദ്ദേഹത്തിന് അറിയാം, എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അറിയാം. ചിന്തിച്ചു നോക്കിക്കുക, മറ്റു വ്യക്തിയെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം കേട്ടോ, ഭയങ്കര ഉന്നത അധികാരിയാണ്, നിങ്ങളെയും അദ്ദേഹത്തിന് അറിയാം, വലിയ പരിചയമൊക്കെ ഉണ്ട്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ 2 പ്രാവശ്യമൊക്കെ ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നു, നിങ്ങൾക്കൊരു സംരക്ഷണം, നിങ്ങൾക്കൊരു ആവശ്യം വന്നു. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഉന്നതനായ അധികാരി ദൂരെ ഇരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ചെറിയ പരിചയമേ ഉള്ളായിരിക്കാം. ഈ കാണുന്ന ആളെ നിങ്ങളുടെ ചിന്ത അനുസരിച്ച് ചെറിയ അദ്ദേഹത്തിന് വലിയ അധികാരി ഒന്നുമല്ല, ചെറിയ അധികാരി, ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നിങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അടുത്തു ചെന്ന് സമീപിക്കുകയും പെട്ടെന്ന് ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ പരിചയമുള്ള നിങ്ങളുടെ വളരെ അടുത്ത ബന്ധുവായിരിക്കാം ഉന്നത അധികാരിയായ ആ വ്യക്തിയല്ല നിങ്ങൾക്കപ്പോൾ വലിയവൻ. നിങ്ങളുടെ അത്യാവശ്യ ഘട്ടത്തിൽ വന്ന് സഹായിച്ചവനാണ് നിങ്ങൾക്ക് വലിയവൻ. നിങ്ങളുടെ മനസ്സിലാക്കലിൽ ഇയാൾ ചെറുതായിരിക്കാം, പക്ഷെ നിങ്ങളുടെ അനുഭവത്തിൽ ഈ വ്യക്തി വലിയവനാണ്. ഞാൻ പറയാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ്. തെറ്റാണ്. തൃത്വത്തിൽ പ്രധാനിയായ പരിശുദ്ധാത്മാവ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം ദൈവമാത്മാവാണ്, കർത്താവും ആത്മാവാണ്. അപ്പൊ ആ തൃത്വത്തിൽ പ്രധാനിയായ പരിശുദ്ധാത്മാവ്, ആ ആത്മാവാണ് ഹല്ലേലൂയ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, പിതാവ് ഉന്നത സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നവനാണ്. നമുക്ക് നാളെ മത്തായി 12:31-32 കയറാം. ഓക്കെ, ഇവിടെ പറഞ്ഞു നിർത്തുക. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ കൂടെ വസിക്കുന്നവനല്ല, നിങ്ങളെ അറിഞ്ഞിട്ടും അകന്നിരിക്കുന്ന പിതാവായിട്ടല്ല ഇവനെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ചെറിയവരല്ല, നിങ്ങളിൽ പരിശുദ്ധാത്മ വസിക്കുന്നുവെന്നും നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങൾ അറിയണം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യുന്നു. അവരിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെയും ശക്തിയും തിരിച്ചറിഞ്ഞു പ്രതികൂലങ്ങളെ ജയിച്ച് മുന്നോട്ട് പോകാൻ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേലെ അനുഗ്രഹത്തെ കൽപ്പിക്കുന്നു. എല്ലാ ഭാരങ്ങളും, എല്ലാ രോഗങ്ങളും, എല്ലാ ശാപങ്ങളും ആമൻ കെട്ടുകെട്ടി മാറട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ കർത്താവ് വെളിപ്പെട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.